മൂവാറ്റുപുഴയിൽ നിന്ന് ഏതാനും ആഴ്ച മുമ്പ് ഇവിടെ ധ്യാനിക്കാനായിട്ട് വന്നതാണ്. ഈ മകന് കിട്ടിയ അത്ഭുതകരമായൊരു വിടുതലിൻ്റെ സാക്ഷ്യം നമ്മൾ കേൾക്കുകയാണ്. നമ്മുടെ കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ഇന്നുള്ള ഏറ്റവും ഗൗരവമേറിയ ഒരു പാപത്തിൻ്റെ മേഖലയാണ് മദ്യപാനം. വിശുദ്ധ ബൈബിള് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, മദ്യപിക്കരുതെന്നാണ് പഠിപ്പിക്കുന്നത്. മദ്യപാനം പാടില്ല, കുടുംബങ്ങൾ തകരും, ആത്മാവ് നശിക്കും, ജീവിതം നശിക്കും. ഇതേ ഇവിടെ വന്ന് നമ്മുടെ ഇവിടുത്തെ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് മദ്യപാനം നിർത്തിയതിൻ്റെ സാക്ഷ്യം പറയാൻ പോവുക. കഴിഞ്ഞ ആഴ്ച എന്നോട് പറഞ്ഞു, ബ്രദറെ എനിക്കിവിടെ ഒരു സാക്ഷ്യം പറയണം, ഞാൻ മദ്യപാനം നിർത്തി. ഞാൻ പറഞ്ഞു, ഉറപ്പായിട്ടും ഇന്ന് അവസരം തരാമെന്ന് പറഞ്ഞു. നമുക്ക് ഈ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾക്കാം. എൻ്റെ പേര് ബിജു ലൂയിസ്. സ്ഥലം മൂവാറ്റുപുഴ ആരക്കുഴ എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ വീട്ടൂർ കിഴക്കേ അറയ്ക്കൽ. ഞാനിതിനകത്ത് ആദ്യത്തെ പ്രാവശ്യം, ഇത് മൂന്നാമത്തെ ശനിയാഴ്ച വരുന്നത്. ആദ്യത്തെ ശനിയാഴ്ച വന്നപ്പോൾ തന്നെ എനിക്ക് നടുവിന് വേദന. ഒരു 10-28 വർഷം മുമ്പ് ഞാൻ ആക്സിഡൻറ്റ് പറ്റിയും പല വീഴ്ചകൾ പറ്റിയും നടുവിന് ഡിസ്കിന് കളിച്ചും ഒരു തേയ്മാനം ഉണ്ടായിട്ട് മൈസൂർ കെയർ നഗർ എന്ന സ്ഥലത്ത് കൊണ്ട് മരുന്ന് കഴിച്ച് പിന്നെ കുറവാണില്ലായിരുന്നു. ഇവിടെ വന്ന് സ്തുതിച്ച് കരഞ്ഞ് കണ്ണീർ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം ആ നടുവിൻ്റെ പ്രശ്നം കംപ്ലീറ്റ് മാറിക്കിട്ടി. ഈ നിമിഷം വരെ എനിക്ക് നടുവിന് വേദനയില്ല. നല്ല ശരിക്ക് ഞെളിയും കുനിയും ചെയ്യാം, എല്ലാം ചെയ്യാൻ പറ്റും. 10-30 കിലോ ജാറ് വരെ എടുക്കാനുള്ള ഇത് കിട്ടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ, ഞാൻ 8 വയസ്സിൽ അപ്പോഴത്തെ ക്ലാസ്സിനകത്ത് ഒരു 3/4 ക്ലാസ് എനിക്ക് ചരയം തന്നു. 8 വയസ്സിൽ അത് ഞാൻ കുടിച്ചു. ഇവിടെ നിന്ന് കത്തി ഇറങ്ങിയിട്ട് വയറ്റിൽ ഇങ്ങനെ ഇറങ്ങി ഓടുക ചെയ്തത്. കാരണം വെള്ളം കുടിക്കാണ്ട് ഈ സാധനം ആദ്യമായിട്ട് റൈറ്റ് അടിക്കണമായിരുന്നു. അങ്ങനെ കഴിച്ചിരുന്നിരുന്ന് പിന്നെ ലാസ്റ്റ് പ്രായം കഴിഞ്ഞപ്പം 35 വർഷമായിട്ട് മദ്യപിച്ചുകൊണ്ടിരുന്ന ആളാണ്. എൻ്റെ അപ്പച്ചൻ കള്ളുഷാപ്പ് ജോലിയായിരുന്നു. ഞാൻ മദ്യപിച്ചുകൊണ്ടിരുന്നിരുന്നു. ലാസ്റ്റ് കിട്ടുന്ന സാധനം ഇപ്പോൾ കഴിക്കുന്നത് വെച്ചാൽ 3/4 ഗ്ലാസ് ഒഴിച്ചിട്ട് ശകലം വെള്ളം ഒഴിക്കുമായിരുന്നു. കുടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ബ്ലഡ് ഛർദ്ദിക്കും. അതിന് എൻ്റെ ലിവർ സിറോസിസ് 3 അവസാനം കഴിഞ്ഞൊരു 3-ാമത്തെ ആഴ്ച വന്നപ്പം ഞാനിവിടെ അന്നേരം കള്ള് കുടിച്ചു തുടങ്ങി. ഈ കള്ളെന്ന് പറഞ്ഞാൽ 3 ലിറ്റർ കള്ളാണ് ഞാൻ വയറ്റിലേക്ക് വന്നിരുന്നത്. ഒറ്റ നിപ്പിന് തന്നെ കപ്പോട് കൂടി കമത്തുമായിരുന്നു. അങ്ങനെ കഴിച്ച് ഇവിടെ വന്ന് ഇപ്പോൾ ലാസ്റ്റ് 3-ാം ശനിയാഴ്ച കണ്ണീരോട് കൂടി ശരിക്ക് സ്തുതിച്ച് പ്രാർത്ഥിച്ചു. ചങ്ക് പൊട്ടിയ പ്രാർത്ഥിച്ച് എൻ്റെ മദ്യപാനം നിർത്തിയിട്ടുണ്ട്. കാരണം വീട്ടുകാർക്കും ശാപം, നാട്ടുകാർക്കും ശാപം, മൊത്തത്തിൽ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പല പ്രാവശ്യം ചിന്തിച്ചു. ഇവിടെ നിന്ന് കണ്ണീരോട് പ്രാർത്ഥിച്ചു. 3-ാമത്തെ ശനിയാഴ്ച പ്രാർത്ഥിച്ചു. ആ സ്തുതിപ്പിച്ച് പ്രാർത്ഥിച്ച അനുഭവത്തിൽ ഈ നിമിഷം വരെ എനിക്ക് മദ്യപിക്കാൻ തോന്നിയിട്ടില്ല. ആ കാണുമ്പോൾ എനിക്ക് വേർപാട് വന്നു. അതിൽ എനിക്ക് ദൈവ പരിസ്ഥാപനം എനിക്ക് ഈ സ്ഥാപനത്തിൽ ഇവിടെ ഈ കോമ്പൗണ്ടിൽ വെച്ച് തന്നെ എനിക്ക് പരിസ്ഥാപനം എനിക്ക് വരം തന്നു. ഇനി ജീവിതത്തിൽ തൊട്ടില്ലാന്ന് ഞാൻ ദൈവനാമത്തിൽ സത്യം ചെയ്ത് വെക്കുവാണ്. നെഞ്ചത്തൊട്ട് വരുവാണ് ഈ സ്ഥാപനത്തിൽ. ഇത് വലിയൊരു സാക്ഷ്യമാണ് കേട്ടോ. 35 വർഷമായ മദ്യപാനം ഇവിടെ വന്ന് നമ്മുടെ ചുറ്റടിയിൽ വന്ന് പ്രാർത്ഥിച്ചതാ. യേശു തൊട്ടു. ഹല്ലേലൂയ. ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ഏത് മദ്യത്തിൻ്റെ അടിമത്തമാണെങ്കിലും ദൈവം വിടുതൽ കൊടുക്കും. വെള്ളത്തിന് ദാഹിക്കണമല്ലായിരുന്നു. മദ്യത്തിനെ കാണുമ്പോൾ എനിക്ക് ആർത്തി കടന്നു, ഭയങ്കര ആർത്തി. വായിക്ക് വെള്ളം ഓർന്ന പോലെ ആയിരുന്നു. പക്ഷേ കുടിച്ച് കഴിയുമ്പം ഒരു ഇതിലാണ്ട് പറ്റാവണില്ല. എന്തോരം കുടിച്ചാൽ 1 ലിറ്റർ കുടിച്ചാലും എനിക്ക് പറ്റാവണില്ല. കുടിച്ചുകൊണ്ടിരുന്നു. അത് ശരിക്കും ഒരു പൈശാചിക ബന്ധനമാണ്. അതായത് സാത്താൻ്റെ ഒരു സ്വാധീനമാണ്. മദ്യത്തോടുള്ള ആർത്തി, കുടിക്കാനുള്ള ആർത്തി എത്ര കുടിച്ചാലും തികയത്തില്ല. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. 35 വർഷമായ മദ്യപാനത്തിൽ നിന്ന് ഈ പ്രിയ സഹോദരനെ മോചിപ്പിച്ച കർത്താവിൻ്റെ സ്നേഹത്തിന് നന്ദി പറയാം.